Hello dears, welcome back to our channel. I am Divya Brindo. അപ്പോൾ ഇന്ന് നമുക്കൊരു മേക്കപ്പ് വീഡിയോ ചെയ്താലോ? ന്യൂവാവ് ഉണ്ടായിട്ട് ദിവ്യ ഇനി എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് കാണണം എന്നൊക്കെ ചിലർ കമൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ആരും കമൻറ്റ് ചെയ്തേക്കരുത് കേട്ടോ. ഇത്രയൊന്നും മേക്കപ്പ് ചെയ്തിട്ട് ഒരു മാറ്റവും വരുന്നില്ലല്ലോ. അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മുഖത്തിനൊരു മേനയാവും കേട്ടോ. മീൻസ് ഒരു കളറൊക്കെ വരും. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അത്യാവശ്യം പുട്ടിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത് ആ ഒരു പ്രായത്തിൻ്റെ കേട്ടോ. അതൊക്കെ പ്രോപ്പറായിട്ട് ലൈഫ് ഒന്ന് ചിട്ടയാക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കുറേ ഡാർക്ക് സർക്കിളൊക്കെ കുറയുന്നതാണ് എനിക്ക് തോന്നണത്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു വേറൊന്നുമല്ല, കൊച്ചു കരയുന്നുണ്ടോ എന്നൊരു ശബ്ദം കേട്ട പോലെ എനിക്ക് തോന്നി, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാമോദീസയൊക്കെ പ്രമാണിച്ച് ഞാൻ കുറേ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് വേഗം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ത്രെഡൊക്കെ ചെയ്തിട്ട്, ഇത് കണ്ടോ, ഏകദേശം 1 വർഷത്തോളമായി ഞാൻ ത്രെഡൊക്കെ ചെയ്തിട്ട്. കാരണം പ്രഗ്നൻസി അതനുബന്ധിച്ച് ഞാൻ ത്രെഡൊന്നും ചെയ്യാറില്ലായിരുന്നു. ഫസ്റ്റ് വന്നിട്ട് ഇതേ ഒരു പിക്സിയുടെ ടോണറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ളൊരു ടോണറാണ്. നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഒരു പാർട്ടാണ് ഈ ഒരു ടോണർ. നല്ലൊരു ടോണറാണ് കേട്ടോ, നമുക്കൊരു ഫ്രഷ്നെസ് ഒക്കെ തരും. പിന്നെ സ്കിന്നിൽ നമ്മളെപ്പോഴും രാവിലെയും വൈകിട്ടും ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ഇതൊക്കെ ചെയ്യണത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മോയ്സ്ചറൈസറായിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ബോഡി ബട്ടറാണ് ഞാൻ എടുത്തത്. ഫേസ് മോയ്സ്ചറൈസർ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസറാണ്, ബോഡി ഷോപ്പിൻ്റെ മോയ്സ്ചറൈസറാണ്. നമുക്ക് ബോഡിയിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാമല്ലോ. അതാണല്ലോ ബോഡി ബട്ടറിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, എനിവേ എന്തെങ്കിലും നമ്മൾ മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പരിപരിപ്പ് ഒരു ഫീല്, പൗഡർ ഫീല് വരാതിരിക്കാനാണ് നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, രാവിലെയും വൈകിട്ടും നമ്മൾ എപ്പോഴും ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ചെയ്യണം. അത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സ്കിൻ കെയറിന്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇടയ്ക്കൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ബേബി വന്നാൽ പിന്നെ ഒന്നിനും സമയം കിട്ടാറില്ല. അപ്പോൾ വെയിലാണേലും മഴയാണേലും ഒക്കെ നമ്മൾ അതേ ഈ ഒരു സാധനം നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള രശ്മികൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്, മഴയാണേലും വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉറപ്പായിട്ടും നമ്മളെപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. SPF 50 ഉള്ളൊരു സൺസ്ക്രീനാണ്, ഡോട്ട്&കീയുടെ സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കവർ ചെയ്യുന്ന രീതിയിൽ കഴുത്തിലും ഫേസിലും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന മേക്കപ്പ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഞാനൊന്ന് പെട്ടെന്ന് റെഡിയായി പോകുന്നത് എങ്ങനെയാണെന്നാണ്. ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ അല്ല ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ പ്രൈമർ പ്ലസ് മാറ്റിഫയർ ആയിട്ട് ഞാൻ ജസ്റ്റ് മേക്കപ്പ് അധികം ചെയ്യുന്നില്ല, പക്ഷേ ലൈറ്റായിട്ടൊന്ന് പ്രൈമറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ബോബി ബ്രൗണിൻ്റെ പ്രൈമറാണ്, ജെൽ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പ്രൈമർ ഇടുന്ന ഏരിയാസ് എന്ന് പറയുന്നത് എന്താ പറയുക, വളരെ ചുരുക്കം ഏരിയാസ്, കണ്ണിൻ്റെ അടിയിൽ, അതുപോലെ തന്നെ ആ ഒരു ഡാർക്ക്നെസ് എവിടെയൊക്കെ വരുന്നോ അവിടെ മാത്രമാണ് ഞാൻ പ്രൈമർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഞാൻ അവിടെ മാത്രമാണ് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഡാർക്ക് സർക്കിൾ ഉള്ളിടത്ത്, പിന്നെ ഡാർക്ക് മാർക്സ് ഉള്ളിടത്തൊക്കെ ഞാൻ ലൈറ്റായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. ഈ ഒരു അപ്പർ ലിപ്പിൻ്റെ പോർഷനിലൊക്കെ എനിക്ക് ചെറിയൊരു ഡാർക്ക്നെസ് വന്നിട്ടുണ്ട്, അവിടെ ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഈ ഒരു നെറ്റിമേ ഒരു പാടുണ്ടല്ലോ, പണ്ടൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാടൊന്നും ഇനി ഒരിക്കലും അത് നേരെ ആവുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യേണ്ടി വരും. എന്നാണെങ്കിലും ഇപ്പോൾ അതിനൊന്നും തുനിയുന്നില്ല. നമ്മൾ വളരെ എക്സ്പെൻസ് കുറച്ചുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്, മേക്കപ്പ് ചെയ്യുക. മിച്ചമുള്ള പ്രൈമർ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ വേണമെങ്കിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിൻ കറക്ഷനാണ് കേട്ടോ. സ്കിൻ കറക്ഷൻ ചെയ്യാനായിട്ട് ഞാൻ മാക്കിൻ്റെ ഒരു കൺസീലർ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് കറക്ടർ, അതുപോലെ തന്നെ കൺസീലർ, പിന്നെ എന്താ പകുതിയും പേര് വരെ മറന്നു പോയി കേട്ടോ. ഡെലിവറി അനുബന്ധിച്ച് 2 മാസം നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴത്തേക്കും പകുതി പേര് വരെ മറന്നു പോവാണ്. പിന്നെ ഇതെന്തുമായിരുന്നു, കോണ്ടോറിങ്. അപ്പം ഈ ഒരു പാലറ്റിൽ കോണ്ടോറ്, കൺസീലർ, കറക്ടർ, ഇത്രയും ഐറ്റംസ് ഒരുമിച്ച് വരുന്ന മാക്കിൻ്റെ ഒരു പാലറ്റാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന കറക്ടർ തീർന്നു പോയിട്ടോ. ഒരു ഓറഞ്ച് കറക്ടറായിരുന്നു ഇത്. ഞാനൊരു യെല്ലോയും ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് കണ്ണിൻ്റെ ഇവിടെ ഇട്ട് കൊടുക്കാൻ പോവാണ്, ആ ഒരു ഡാർക്ക് സർക്കിൾ ഉള്ളിടത്ത് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഞാനൊരു 5 മിനിറ്റും കൊണ്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് അത്യാവശ്യം നന്നായിട്ട് റെഡിയായി പോകുമ്പോൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾ. ഇത് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. ആ 2 കളറുകൾ മിക്സ് ചെയ്ത്
നമ്മൾ ഈ ഒരു ഡാർക്ക് സർക്കിൾ ഉള്ളിടത്ത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ചിലർ പെട്ടെന്ന് ഡയറക്റ്റ് കൺസീലർ എടുത്തിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഡയറക്റ്റ് നമ്മൾ ഈ ഒരു സ്കിൻ കളർ കൺസീലർ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ചാരത്തിൽ ചാടിയ എഫക്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം അടിയിൽ ആ ഒരു ഡാർക്ക് സർക്കിൾ ഇരിക്കുന്നിടത്തോളം കാലം ഒരു വൃത്തിയായിട്ട് കിട്ടത്തില്ല അത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്റ്റർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കറക്റ്റർ ഇട്ടിട്ട് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നന്നായിട്ട് അത് കിട്ടും. മീൻസ് നമ്മുടെ സ്കിൻ ടോൺ ഒന്നുകൂടി ഈവൻ ആവും. ഇവിടുത്തെ കളറും ഒന്നാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രഗ്നൻസി അനുബന്ധിച്ചൊക്കെ റെസ്റ്റ് എടുക്കുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖം ഇത്രയൊക്കെ ഒന്ന് ഈവനായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് സർക്കിളാണ് കേട്ടോ എനിക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോർമോണിൻ്റെ ഇഷ്യൂസും കൊണ്ട് വരാം. നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന പല പരിപാടികളുണ്ടല്ലോ, അതിനെന്തെങ്കിലും ഇഷ്യൂസ്, ഹോർമോൺ ഇഷ്യൂസൊക്കെ വരുമ്പോൾ വരാം. അതല്ലെങ്കിൽ ഉറക്കക്കുറവ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്നും 1 മണി 12 മണിയൊക്കെ ആവും കേട്ടോ ഞാൻ കിടക്കുമ്പോൾ. അതെൻ്റെ ഒരു ശീലമാണ്. പിന്നെ എൻ്റെ മമ്മിക്കൊക്കെ ഡാർക്ക് സർക്കിൾ ഉണ്ട്, പാരമ്പര്യമാണ്. അപ്പോൾ എല്ലാം കൂടെയാണ് ഇങ്ങനെ ഡാർക്ക് സർക്കിളിൻ്റെയൊക്കെ ഒരു കാരണം. നമ്മൾ പ്രോപ്പറായിട്ട് ലൈഫ് ഒന്ന് ചിട്ടയാക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കുറേ ഡാർക്ക് സർക്കിളൊക്കെ കുറയുമെന്നാണ് എനിക്ക് തോന്നണേ കേട്ടോ. പിന്നെ ആണെങ്കിലും ഈ ഒരു ഏരിയാസിൽ കുറച്ച് കറക്റ്റർ ഇട്ട് കൊടുക്കുക. കറക്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. കറക്റ്റർ ഇടാണ്ട് നമ്മൾ ജസ്റ്റ് പ്രൈമറും കൺസീലറും മാത്രം ഇട്ടിട്ട് പുറത്ത് പോകുന്നവരുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേ അതങ്ങോട്ട് ഫെയ്ഡാവും. ആ കണ്ണിൻ്റെ അടിയിൽ, അതായത് നമ്മളൊരു തിക്ക് ലെയറായിട്ട് കൺസീലർ ഫൗണ്ടേഷൻ എന്നാലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ബ്ലാക്ക് കളറിൽ അല്ലെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് കളറിൽ ഇരിക്കുന്ന സംഭവം പുറത്തേക്ക് എക്സ്പോസ് ചെയ്ത് വരും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വേർത്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ കറക്റ്ററൊക്കെ ഇട്ടിട്ട് നമ്മൾ കൺസീലർ ഇടുവാണെങ്കിൽ അത്രയും പുറത്തേക്ക് വരത്തില്ല കേട്ടോ. അത് മേക്കപ്പിൻ്റെ കുറേ തിയറീസാണ്. ഓക്കെ, ഇപ്പം എൻ്റെ ഈ ഒരു സ്കിൻ കളറിന് ലൈറ്റ് ഒരു ഓറഞ്ച് കറക്റ്റർ മതിയാവും. കുറച്ച് ഡസ്റ്റി സ്കിൻ ആണെങ്കിൽ ഇച്ചിരി റെഡിലേക്ക് കുറച്ചുകൂടെ റെഡ് കറക്റ്റർ എടുക്കേണ്ടി വരും. അപ്പോൾ അത് സ്കിൻ ടോൺ അനുസരിച്ചാണ് നമ്മൾ കറക്റ്ററിൻ്റെ ഒരു ഷെയ്ഡ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്നാണെങ്കിൽ ഞാനിവിടെ ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ ഹാൻഡ് വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഇടുവാണ്. ഇവിടെയൊക്കെ ശരിക്കും ഒരു മഞ്ഞ, ഈ ഒരു ഏരിയയിലൊക്കെ കുറച്ചുകൂടി ഒരു ഓറഞ്ച് മഞ്ഞ കറക്റ്ററൊക്കെ മതിയാവും. നമ്മൾ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം. ദെൻ നമ്മൾ അടുത്തായിട്ട് തന്നെ നാഴ്സിൻ്റെ ഒരു കൺസീലറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ജിഞ്ചർ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്, മീഡിയം ടു ജിഞ്ചർ. അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആണ് കേട്ടോ നാഴ്സിൻ്റെ ഫൗണ്ടേഷനൊക്കെ. ഞാൻ എപ്പോഴും എന്നോട് സംശയം ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കെയറിന് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ ഒന്നും കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തരുത്. കാരണം ഡെയിലി ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളുടെ സ്കിന്നിന് അത് ഭയങ്കര ഹാംഫുള്ളാണ് കേട്ടോ. ഒരുപാട് എന്താ പറയുക, ലോക്കൽ ബ്രാൻഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ബ്രാൻഡ്സ് തന്നെ നമ്മൾ ഡെയിലി സ്കിൻ കെയറിന് യൂസ് ചെയ്യുക. മാക്കിൻ്റെ ഒക്കെ ഷോപ്പിൽ ചെല്ലുവാണെങ്കിൽ അവർ കറക്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് അവിടെ, അവരത് കറക്റ്റ് സ്കിൻ ഷെയ്ഡ് എടുത്തു തരും. അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ആണെങ്കിലും ഒക്കെ നമുക്ക് നോക്കി വാങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള നല്ല ബ്രാൻഡഡ് ഫൗണ്ടേഷൻ ഒരിക്കലും ഓൺലൈനായിട്ട് വാങ്ങാതിരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ കറക്റ്റ് ഷെയ്ഡ് അറിയാമെങ്കിൽ കുഴപ്പമില്ല, എപ്പോഴും ഷോപ്പിൽ പോയി വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അവർ നല്ല കറക്റ്റ് ഷെയ്ഡ് എടുത്ത് തരും കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ ഒന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഇതെൻ്റെ കറക്റ്റ് സ്കിൻ ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ഈ കറക്റ്റ് ഇട്ട പ്ലേസുകളിലെ അവിടെ എല്ലാം നമ്മൾ ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഈവൻ അല്ലാത്ത എവിടെയൊക്കെയാണ് അവിടെയൊക്കെ നമ്മൾ ഈ ഒരു കൺസീലർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിളാണ്, ഇപ്പോൾ തന്നെ കഴിയും കേട്ടോ. ആരും അക്ഷമയോടെ നോക്കിയിരിക്കൊന്നും വേണ്ട. ഭയങ്കര വലിയ മേക്കപ്പ് ട്യൂട്ടോറിയലൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഞാൻ പുറത്ത് പോകുന്നുള്ളൊരു മേക്കപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു കുഞ്ഞ് ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്യൂട്ടി ബ്ലെൻഡർ എപ്പോഴും നനച്ചിട്ട് യൂസ് ചെയ്യണം കേട്ടോ. നനച്ച് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട്. കാരണം എക്സസ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ അതിൽ ആഗിരണം ചെയ്യപ്പെടും കേട്ടോ, അബ്സോർബ് ആയിക്കോളും. നമ്മുടെ മുഖത്ത് എക്സസ് ഫൗണ്ടേഷൻ ഇരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്പഞ്ച് എപ്പോഴും നനച്ചിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ എടുത്ത് പറയുന്നൊരു കാര്യമാണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് പുട്ടിയിട്ട് പോകണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ ഒന്ന് ഈവനായി സ്കിൻ ടോണൊക്കെ ഒന്ന് ഈവനാക്കി ലൈറ്റായിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒന്ന് കോമ്പാക്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ
ഒരു മെനയാവും കേട്ടോ. അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് പുട്ടിയിട്ട് പോകണമെന്നൊന്നും ഞാൻ പറയില്ല. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അത്യാവശ്യം പുട്ടിയൊക്കെ യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. അത് ആ ഒരു പ്രായത്തിൻ്റെ ആട്ടോ അതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ കുറച്ച് ഓവറായിട്ട് മേക്കപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ മിനിമലിസ്റ്റിക്കാണ്. അത് ഓരോ ഏജിൻ്റെ ആണ്. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴും എപ്പോഴും ഏജ് നമ്മളൊന്ന് മനസ്സിൽ വയ്ക്കുക. ഇച്ചിരി മച്ചുവേർഡായിട്ടുള്ള ആളുകൾക്ക് ഡീപ്പായിട്ട് ഒന്നും കണ്ണ് കൊണ്ട് എഴുതി വെക്കാതിരിക്കുക. അതൊക്കെ ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തായിട്ട് ഞാൻ മാക്കിൻ്റെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഇങ്ങനത്തെ ഈ ബ്രഷുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ മേക്കപ്പ് കിറ്റിലൊരു മുതൽക്കൂട്ടാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു കൺസീലർ ഇട്ട് കൊടുത്ത ഏരിയയില്ലേ, അവിടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കോമ്പാക്ട് പൗഡർ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയ പ്രോ ആയിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഞാനിപ്പോൾ ചെയ്യുന്നത്. പ്രോ ആയിട്ട് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ പരിപാടികളല്ല, ഞാൻ പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പാക്റ്റ് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മുഖത്തിനൊരു മേനയാവും കേട്ടോ. മീൻസ് ഒരു കളറൊക്കെ വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത്രയും കൂടി ചെയ്യാൻ സമയമില്ലെങ്കിൽ ലൈറ്റായിട്ടൊന്ന് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് പ്രൈമറൊക്കെ ഇട്ട് കോമ്പാക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കളറൊക്കെ വരും കേട്ടോ. നമ്മൾ ഈ അപ്പർ ലിപ്പിൻ്റെ ഇവിടെയൊക്കെ ഇച്ചിരി കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മാക്കിൻ്റെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. വൺ ഓഫ് ദി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് പൗഡറാണ് മാക്കിൻ്റെ കോമ്പാക്ട് പൗഡർ. ഞാൻ എവിടെയും പറയുന്നത്, സാറിന് മാക്കിൻ്റെ എല്ലാ പ്രോഡക്റ്റൊന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ കോമ്പാക്ട് പൗഡർ ഇഷ്ടമാണ്, ലിപ് പ്രൈമർ ഇഷ്ടമാണ്. അതുപോലെ തന്നെ പ്രിപ്പ് ആൻഡ് പ്രൈം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. സെറ്റിംഗ് സ്പ്രേ ആയിട്ടും ഫേസ് പ്രിപ്പ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം. അതുപോലെ ലിപ് ലൈനർ ഭയങ്കര ബെസ്റ്റാണ്. കാജൽ സ്മോക്കി ഐസ് ചെയ്യാൻ ബെസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ആരെയും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. ആരും കമൻറ്റ് ചെയ്തേക്കരുത് കേട്ടോ, ഇത്രയൊന്നും മേക്കപ്പ് ചെയ്തിട്ട് ഒരു മാറ്റവും വരുന്നില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ മുഖം മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന മേക്കപ്പ് അല്ല ഞാൻ ചെയ്യുന്നത്. ഇന്ന് ജസ്റ്റ് ലൈറ്റ് മേക്കപ്പാണ്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. കണ്ണ് എഴുതാതെ ലിപ്സ്റ്റിക്ക് മാത്രം ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെഫോറയുടെ 3 ലിപ് കളറാണ് എടുക്കുന്നത്. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോസിലൊക്കെ ചിലരെങ്കിലും വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് ഏത് ലിപ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ പല ലിപ്സ്റ്റിക്കും മിക്സ് ചെയ്തിടും കേട്ടോ. പ്രത്യേകിച്ച് സെഫോറയുടെ ഇതുവരെ മേടിച്ചതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ ഒരു ലിപ്സ്റ്റിക്കാണ് സെഫോറ. ഇപ്പോൾ മാക്ക് ആണെങ്കിലും ബോബി ബ്രൗണ്, ഹ്യൂഡ ബ്യൂട്ടി ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് സെഫോറയുടെ അത്രയും ലോങ് ലാസ്റ്റിങ്ങും അത്രയും ഒരു ബ്ലെൻഡിങ് ആയിട്ട് ആ ലിപ്പിൻ്റെ കളറായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ സെഫോറയുടെ ഈ ലിപ്സ്റ്റിക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു 3 കളറും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. ഇതൊരു ബ്രിക്ക് കളറാണ്, ഇത് ശരിക്കും ഒരു പിങ്ക് കളറ്, ഇതൊരു ഓറഞ്ച് കൂടിയ ഒരു ചെറിയൊരു ലൈറ്റ് ഓറഞ്ച് ടിൻറ്റ് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് 3 കൂടെ മിക്സ് ചെയ്തിടാം, എന്താവും നോക്കാം. ന്യൂവാവ ഉണ്ടായിട്ട് ദിവ്യ ഇനി എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് കാണണം എന്നൊക്കെ ചിലർ കമൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ. കുഞ്ഞായ ഉണ്ടായി എന്നോർത്ത് ഞാനിപ്പോൾ മേക്കപ്പ് അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നൊന്നുമില്ല. എല്ലാം അതിൻ്റെ ടൈം ഗ്യാപ്പിൽ അങ്ങ് ചെയ്ത് പോവാണ്. ഇനി മറ്റേ 2 കളറും കൂടി ഒന്ന് മിക്സ് ചെയ്തിടുവാണ്. ലിപ് ലൈനറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാനങ്ങനെ ലിപ് ലൈനറും മറ്റേ ഒന്നും വരച്ച് എഴുതി പോകാറില്ല സമയമില്ലാത്തപ്പോൾ. ബ്രിക്ക് കളറും കൂടെ ഇട്ടെടുക്കണം കേട്ടോ. ലൈറ്റായിട്ടൊന്ന് ലിപ് ഗ്ലോസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് നമുക്ക് ജസ്റ്റ് ഐലാഷസ് മാത്രം ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എന്നിട്ട് നമുക്ക് കണ്ണെഴുതാം കേട്ടോ. അപ്പോൾ ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഐബ്രോ ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഐബ്രോ പെൻസിലോ ഐബ്രോ പൗഡറോ ഒന്നും എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. അതൊക്കെ വീട്ടിലാണ് ഇരിക്കുന്നത്. എൻ്റെ അടുത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഐബ്രോ ഒന്നും ചെയ്യാറില്ല പുറത്ത് പോകുമ്പോൾ, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണൊന്ന് എഴുതി കൊടുത്ത് നോക്കാം എങ്ങനെയാവും എന്നുള്ളത്. കുറേ നാളായിട്ടോ അപ്പോൾ മേക്കപ്പ് ട്യൂട്ടോറിയലൊക്കെ ചെയ്തിട്ട്, കാരണം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിലൊന്ന് തിരക്കായിപ്പോയി. പണ്ട് ഞാൻ കോളേജിൽ പോകുമ്പോഴും +2 പഠിക്കുമ്പോഴൊക്കെ സ്ഥിരം ഇങ്ങനെ മേളിൽ കണ്ണെഴുതാറുണ്ട്. അപ്പോൾ ആ ഒരു മെമ്മറി ശരിക്കും വരുവാണ്. അപ്പോൾ ഇങ്ങനെ മേളിൽ മാത്രം കണ്ണെഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
നമ്മൾ ഇച്ചിരി ഡാർക്ക് കളർ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മൾ സിമ്പിളായിട്ടേ കണ്ണെഴുതാവുള്ളൂ. ഒരുപാട് ഹെവി ആയിട്ട് ഐ മേക്കപ്പ് വരുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക. അപ്പോൾ അത് മേക്കപ്പിൽ എപ്പോഴും മിനിമൽ ആയിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ബ്ലഷ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സെഫോറയുടെ തന്നെ ഒരു ലിപ് ഷെയ്ഡ് എടുത്ത് ഇച്ചിരി ചീക്കിലിട്ട് കൊടുക്കണം. എനിക്ക് ബ്ലഷ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇച്ചിരി കവിളൊക്കെ ഉള്ളതാണ് ഇഷ്ടം. കവിളൊക്കെ ഒട്ടി അങ്ങോട്ട് 0 സൈസ് ആവുന്നതൊന്നും എനിക്കിഷ്ടമില്ല. കുറച്ചൊരു കവിളൊക്കെ ഉള്ള ഇച്ചിരി തുടുത്ത് അങ്ങനെയാണ് ഇഷ്ടം. ഇച്ചിരി കൂടിപ്പോയോ? കുഴപ്പമില്ല, അതങ്ങ് ബ്ലെൻഡ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ബ്ലഷൊക്കെ ഇടുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കോമ്പാക്ട് പൗഡർ അതിൻ്റെ മുകളിൽ എടുത്തിട്ടാൽ മതി. അപ്പോൾ ഒന്ന് ഫെയ്ഡായി കിട്ടും കേട്ടോ. നമ്മുടെ ലുക്ക് റെഡി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു ഫുൾ ലുക്ക് വന്നിട്ട് ഇതാണ്. എല്ലാ ബോർഡറിൽ കൂടെയും നമ്മൾ സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിബുണ്ട്, ഫീഡിങ് സിബുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഇതിൻ്റെ കളർ തന്നെയാണ്. നല്ലൊരു കളറാണ് കേട്ടോ. ഓറഞ്ചും അല്ല റെഡും അല്ലാത്തൊരു കളറാണ്. അപ്പോൾ താഴ്ഭാഗത്തൊക്കെ കണ്ടോ ഫുള്ള് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചർച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് സ്കാർഫും കൂടി ഇടാനുണ്ടെങ്കിൽ നല്ലതല്ലേ ഡ്രസ്സിന് ചേരുന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ ഈടെയായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് ഡ്രസ്സിന് ചേരുന്ന സ്കാർഫ് എന്നുള്ളൊരു ഐഡിയ. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ നിറം എനിക്ക് ഭയങ്കര ക്യാച്ചിങ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തത്. നല്ലൊരു ഓർഗൻസ ടൈപ്പ് തുണി. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നമ്മൾ കുറച്ചധികം ലൂസായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഒത്തിരി ടൈറ്റ് ഫിറ്റ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറുണ്ടായിരുന്ന സമയത്താണ് ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്തത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ പ്രഗ്നൻസി ആൻഡ് ഫീഡിങ് ടൈം പീരീഡ് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും കമൻറ്റ് ചെയ്യണേ.